ഒരു വ്യക്തി ഇപ്പോൾ ഒരു കോട്ടും പാൻസും ഷൂവും അതുപോലെ തന്നെ ഒരു സ്യൂട്ട് കേസൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പറയും, ഓ നല്ല ഗുഡ് ലുക്കിംഗ് ആണ്, അല്ലെങ്കിൽ അയാളെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്നുള്ളത്. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഒരാളിപ്പോൾ മുണ്ടെടുത്ത് പോവേ അല്ലെങ്കിൽ ഒരു ഷർട്ടും തോളിലൊരു മുണ്ടൊക്കെ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചളിയും കാര്യങ്ങളും ആളുടെ മേലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും ആളൊരു കർഷകനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആളൊരു ഗ്രാമത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് വരുന്നവരാണെന്ന് തോന്നുന്നു എന്നുള്ള നിലക്ക് പറയാറുണ്ട്. ഇതൊക്കെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിൽ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ചില പ്രൊഡക്ട്സ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ കാണുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് ആ ബ്രാൻഡിനെ കണ്ടിട്ട് ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇത് തീരെ പോരാ, അതൊന്നിനും പറ്റില്ല എന്നുള്ള രീതിയിൽ ഒറ്റയടിക്ക് ഒരു ഇംപ്രഷൻ്റെ ബേസ്, ആ ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു കൊഗ്നിറ്റീവ് ബയാസിൻ്റെ ബേസിസിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. എങ്ങനെ ഒരു ഹാലോ എഫക്റ്റിനെ മറികടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഹാലോ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം നമ്മൾ കാണുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അതിനൊരു ജഡ്ജ്മെന്റ് കൊടുക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഈ ഒരു കൊഗ്നിറ്റീവ് ബയാസ് വരാതെ നമുക്ക് ശ്രദ്ധിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് സ്കിൽഷോർ എഡ്യൂക്കേഷൻ പേജ് ഫോളോ ചെയ്യുക.